ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ ജഗ. ഇതിപ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഇന്നും നാളെയും നമ്മൾ ഊട്ടിയിൽ തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഇന്ന് ടോയ് ട്രെയിനിൽ കയറി കൂനൂർക്ക് പോകും, എന്നിട്ട് കൂനൂരിൽ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് നാളെ അതായത് തേർഡ് ഡേ നമ്മൾ കോടനാട് വ്യൂ പോയിന്റ് പോകും, അതായത് കൊത്തഗിരി കോടനാടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് തേർഡ് ഡേ ഈവനിങ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ സ്റ്റേ തന്നെയാണത് ഹോട്ടൽ ആകാശ്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം മാപ്പ് ഇട്ട് നടന്നു പോവാണ്. ഏതൊക്കെയോ ഊടുവഴി കയറി അവസാനം നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തി. 1908 ഓപ്പൺ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. അതായത് ഇന്ന് 2025 117 വർഷമായെന്ന് പറയാം. ഊട്ടിയിൽ വന്ന് ഊട്ടിയിലെ ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാവും നല്ലത്. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ട്രെയിന് 12:15 നമ്മൾ എന്തായാലും കുറച്ച് നേരത്തെ എത്തി. എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ട്രെയിനൊക്കെ കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ 2 ട്രെയിൻ അവിടെ കിടപ്പുണ്ട്, പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് പഴയ സ്റ്റീം എഞ്ചിന്റെ ഒരു മോഡലാണ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിനും വന്നിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ലേറ്റായി. 12:15 വരേണ്ടതായിരുന്നു. ഒരു 12:30 മുൻപ് എന്തായാലും വന്നു. ഊട്ടിയിൽ വരുവാണെങ്കിൽ ഈ ട്രെയിൻ യാത്ര നിങ്ങൾ മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രത്യേക വൈബാണ്. ഒരു പ്രത്യേക എന്ന് വെച്ചാൽ എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. അതൊരു പ്രത്യേക ഒരു ഫീലിങ്സ് തന്നെയാണ്. ഊട്ടിയിൽ നിന്ന് കൂനൂരിലോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിരിക്കും കുറച്ചുകൂടെ നല്ല വ്യൂ. നമ്മുടെ സീറ്റ് കിട്ടിയത് ഇടത് സൈഡിലാണ്. നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ, പക്ഷെ വലത് സൈഡിലാണ് കുറച്ചുകൂടെ നല്ല വ്യൂ ഉള്ളത്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇടത് സൈഡിലെ വ്യൂ ആണ്. വലത് സൈഡ് കുറച്ചുകൂടെ മൗണ്ടെയിൻ വ്യൂവും പിന്നെ വില്ലേജ് വ്യൂ ഒക്കെ കുറേ ഉണ്ട്. അതൊക്കെ നല്ലതായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ എണ്ണീച്ചൊന്ന് കണ്ടു. നമ്മൾ കയറിയ ഈ ട്രെയിനിലായി കെത്തി എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയപ്പം വേറൊരു ട്രെയിൻ പോകാൻ വേണ്ടി കുറച്ചു നേരം പിടിച്ചിട്ടായിരുന്നു. അതായത് ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറേ സമയം നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ കിട്ടി കേട്ടോ. നമ്മൾ കൂനൂരിലെ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കിടക്കുന്നത് പഴയ സ്റ്റീം എഞ്ചിനാണ്. അതിപ്പോഴും അവരിടയ്ക്ക് ഓൺ ആക്കിയൊക്കെ ഇടാറുണ്ട്. എന്താ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷന് പോലും ഇത്രയും ഭംഗി. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഊട്ടി വന്നപ്പോൾ തൊട്ട് നമ്മൾ കാണുന്നത്. ഈ കൂനൂരിലും ഉണ്ട് കേട്ടോ ഒരു സ്റ്റീം എഞ്ചിന്റെ മോഡല്. ഊട്ടിയിലും ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് അതിന്റെ അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും തോന്നില്ല, കാരണം അതിന് മുമ്പിൽ അതുപോലെ തിരക്കായിരുന്നു. എന്തായാലും കൂനൂരിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറേ സമയം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി. ഇതാണ് കൂനൂരിലെ സ്റ്റീം ലോക്കോ ഷെഡ്. നീലഗിരി മൗണ്ടെയിൻ റെയിൽവേയുടെ അതായത് NMR-ന്റെ ഒരു ഹെറിറ്റേജ് ഫെസിലിറ്റിയാണ് ഈ ഒരു സ്റ്റീം ലോക്കോ ഷെഡ്. പിന്നെ ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് കൂടെയാണ്. സ്റ്റീം ലോക്കോമോട്ടീവ്സ് ഇപ്പോഴും കൂനൂർ ഏരിയയിൽ ഓപ്പറേഷനിലാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ വന്ന ട്രെയിൻ കൂനൂരിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിട്ടേക്കുവാണേ. സമയം ഇപ്പോൾ 2:15 കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പം കൂനൂർ റെയിൽവേ സ്റ്റേഷനോട് ബൈ ബൈ പറഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം കൂനൂർ മാർക്കറ്റിനുള്ളിൽ കൂടാണ് പോകുന്നത്. അവസാനം നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. അവർ ഫ്രീ ആയിട്ട് ഒരു ചിക്കൻ സൂപ്പ് തന്നു. പിന്നെ നമ്മൾ അവിടുത്തെ വെല്ലിംഗ്ടൺ പൊറോട്ടയാണ് ട്രൈ ചെയ്തത്. നല്ല ഫുഡായിരുന്നു. ഇവിടെ കൂനൂർ വരുമ്പം ഇവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഈ വെല്ലിംഗ്ടൺ പൊറോട്ട.
ഇനി നമ്മൾ ഇവിടുന്ന് നടന്ന് ഹോട്ടൽ വിവേകിലോട്ടാണ് പോകുന്നത്. ഒരു കുന്ന് കയറി വേണം ഇവിടെ എത്താന്. നമ്മൾ നടന്ന് മടുത്തു എന്ന് വേണേ പറയാം. അവസാനം എത്തി, കഴിച്ചതൊക്കെ ദഹിച്ച് അവസാനം എത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഹോട്ടൽ വിവേക്. ഒരു ആവറേജ് സ്റ്റേ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മളിതാ ഈ ഒരു വ്യൂവിന് വേണ്ടിയാണ് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്തത്. ഒരു കൂനൂരുണ്ട്. കൂനൂർ മൊത്തം ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ കൂനൂരിന്റെ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല അടിപൊളി നൈറ്റ് വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല ഉയരത്തിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. നമ്മളൊരു കുന്നു കയറി വന്നല്ലേ, അപ്പൊ നല്ല വ്യൂ ആണ്. നമ്മൾ കുറേ സമയം അവിടെ പോയി ഈ വ്യൂ കണ്ടു. നല്ല ഭംഗിയായിരുന്നു കാണാന്. ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു വ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പം. ഒരു 7:30 ആയിട്ടുള്ള ഈ രാത്രിയ. അപ്പം അവിടെ കൂനൂർ മാർക്കറ്റിൽ നിന്ന് ഞാവൽപ്പഴം എന്നൊക്കെ വിളിച്ചു പറയാൻ നമുക്ക് ഇവിടുന്ന് കേൾക്കായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയി. നമ്മൾ രാവിലെ നടക്കാനൊക്കെ പോയി കേട്ടോ. നല്ല കിളികളുടെയൊക്കെ ശബ്ദം കേട്ട് അങ്ങ് ദൂരെ മലനിരകളൊക്കെ കണ്ട് ഫോണൊന്നും എടുക്കാതെ നമ്മളൊരു ചെറിയൊരു വോക്കിന് പോയി രാവിലെ. നമ്മൾ നല്ല അടിപൊളി നൈറ്റ് വ്യൂ കണ്ടില്ലേ, അതേ സ്ഥലത്തിന്റെ പകലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി നമ്മൾ കോടനാട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ കൂനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊത്തഗിരിക്ക് ബസ് കിട്ടും, അവിടെ നിന്നാണ് പോകുന്നത്. ഈ ഊട്ടി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എന്തുമാത്രം പൂക്കളാണെന്നോ. ആരും വളർത്തുന്ന ഒന്നുമല്ല, സൈഡ് നിറച്ചും പൂക്കള്. ആരും വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, അങ്ങ് വളർന്നു നിൽക്കുകയാണ്. എന്ത് ഭംഗിയാണോ കാണാന്. ഈ ഒരു ടോയ് ട്രെയിൻ കണ്ടോ, ഇതിന്റെ ലോക്കോ സ്റ്റീം ആണ് കണ്ടോ. സ്റ്റീം ലോക്കോയിൽ ഓടുന്ന ട്രെയിനാണിത്. നമ്മൾ അങ്ങനെ ബസ്സിൽ കയറി കൂനൂരിൽ നിന്ന് കൊത്തഗിരിയിലോട്ട് പോവാണ്. 1 hour ഉണ്ട്, 1 hour ട്രാവൽ ഉണ്ട്. കൊത്തഗിരി ചെന്നിട്ട് കോടനാട് വ്യൂ പോയിന്റിലോട്ട് പോകാൻ വേണ്ടി അവിടുന്ന് വീണ്ടും അടുത്ത ബസ്സിന് കയറി പോകണം. കൊത്തഗിരി ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത്. എന്ത് ഭംഗിയാണോ. ഞങ്ങൾ കുറേ നേരം അതും കണ്ട് അവിടെ നിന്നു. കോടനാട് വ്യൂ പോയിന്റിലോട്ടുള്ള ബസ് പോയി. അതായത് നമ്മൾ 11:30 വന്നിരുന്നെങ്കിൽ ബസ് കിട്ടിയേനെ. നമ്മൾ വന്നപ്പോൾ 11:35 അതുകൊണ്ട് ആ ബസ് കിട്ടിയില്ല. അടുത്ത ബസ് 12:30 ഉള്ളൂ. അതായത് 11:30, 12:30, 1:30 അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് കൊത്തഗിരി ടു കോടനാട് ബസ് ഉള്ളത്. എന്തായാലും 1 മണിക്കൂറുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കൊത്തഗിരി മാർക്കറ്റ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റൂട്ടിലേക്ക് ഇറങ്ങി തേരാപ്പാറ നടന്നു. ഈ ബസ് നോക്കി നിൽക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് നാട്ടിലെ ഭാഷ വായിക്കാൻ അറിയത്തില്ലെങ്കിൽ. കാരണം ബസ്സിന്റെ ബോർഡ് വായിക്കണ്ടേ, ബോർഡ് വായിച്ചാലല്ലേ കറക്റ്റ് ബസ് കയറാൻ പറ്റത്തുള്ളൂ. നമ്മളാണെങ്കിൽ ഓരോ ബസ് വരുമ്പോഴും ഇതാണോ ബസ് എന്ന് ഓരോരുത്തരോട് പോയി ചോദിക്കും. അപ്പൊ പറയും ഇതല്ല ബസ്. അവസാനം നമ്മുടെ ബസ് 12:30 ആയപ്പോ തന്നെ വന്നു. പക്ഷെ അതേ സമയത്ത് കുറെ ബസ് വന്നതുകൊണ്ട് നമുക്ക് ആകെ കൂടെ കൺഫ്യൂഷൻ ആയിരുന്നു, ഏത് ബസ്സാണ് എന്ന്. 1 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബസ്സും വന്നു. ഇതാണ് നമ്മുടെ ബസ്, കോടനാട് പോകുന്ന ബസ് ഇതാണ്. നമ്മൾ ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു. ഈ ബസ്സിലും എനിക്ക് ഫ്രീ ടിക്കറ്റ് ആണ്. ചേട്ടന് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. കൊത്തഗിരി ടു കോടനാട് 1 hour ആണ് ട്രാവല്. ഈ പോകുന്നത് കണ്ടോ, വനത്തിൽ കൂടെയാണ് പോകുന്നത്. ഒരു സ്ഥലം കഴിഞ്ഞ പിന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയി, പക്ഷെ ഒരു കുറച്ച് പാർട്ട് ഇങ്ങനെ ഫോറസ്റ്റിലൂടെ ഉള്ളൊരു ട്രാവൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ കയറിയ ടോയ് ട്രെയിനിൽ നിറച്ച് ടൂറിസ്റ്റുകളായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് ഫുൾ ബസ്സിലാണ്. അപ്പൊ ബസ്സിലെല്ലാം സാധാരണക്കാര്, ആ നാട്ടിലുള്ള ആൾക്കാരാണ്. പോകുന്ന വഴിക്കെല്ലാം നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. കൊത്തഗിരിന്ന് ബസ് എടുത്ത് ബസ് നിറച്ചു ആൾക്കാരായിരുന്നു. കോടനാട് വ്യൂ പോയിന്റ് എത്താറായപ്പോൾ ഞാനും ചേട്ടനും മാത്രം. അങ്ങനെ നമ്മൾ കോടനാട് വ്യൂ പോയിന്റ് എത്തി. ബസ് തൊട്ടടുത്ത് വരെ എത്തും കേട്ടോ. കുറച്ച് നടന്ന വ്യൂ പോയിന്റ് അടുത്തെത്താം നമുക്ക്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, കൂടുതലും മലയാളികളായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മനം മയക്കും സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണ്.
നമ്മൾ ശരിക്കും വന്നത് ഉച്ച സമയത്താണേ. നമ്മൾ വന്ന സമയത്താണെങ്കിൽ ഇവിടെ മൂടലൊന്നും ഇല്ലായിരുന്നു, ക്ലൗഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റി. ഇവിടെ ക്ലൗഡി ആണ് എങ്കിൽ ഈ വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലൗഡ്സ് ഒന്നും അധികം ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഈ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങ് ദൂരെ ഒരു വാട്ടർ ബോഡി കാണുന്നില്ലേ? നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഭവാനി സാഗർ റിസർവോയർ എന്നാണ് കണ്ടത്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടേ. ആ വാച്ച് ടവറിന്റെ മുകളിൽ നിന്നുള്ളൊരു 360 വ്യൂ അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എന്താണേലും അവിടെ ചെല്ലുവാണേലും എത്ര തിരക്കാണെങ്കിലും ആ വാച്ച് ടവറിൽ ഒന്ന് കയറിയേ പറ്റൂ. നമ്മൾ ബസ് ഇറങ്ങുന്നതിന്റെ തൊട്ടടുത്തുള്ള ഒരു വാച്ച് ടവർ ആണ് ഇത്. ഇതിന്റെ മുകളിൽ നിന്നുള്ളതും നല്ല അടിപൊളി വ്യൂ ആണ്. രണ്ടേ കാലായി. അപ്പം 1:30 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പം അടുത്ത ബസ് വന്നു. 2:30 ആകുമ്പോൾ ബസ് എടുക്കും. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് കൊത്തഗിരി പോയിട്ട് കൊത്തഗിരിയിൽ നിന്ന് ഊട്ടിക്ക് പോകണം. കോടനാട് നിന്ന് ബസ് കയറിയപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്തായാലും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ കയറും, ഉറപ്പാണ്. ഈ ബസ്സിലും എനിക്ക് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. കോടനാടുള്ള എസ്റ്റേറ്റ് ഒക്കെ ജയലളിതയുടെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഞങ്ങളൊരു ബംഗ്ലാവും ഒരു വിൻറ്റേജ് കാറിന്റെ കളക്ഷൻസും ഒക്കെ ബസ്സിലിരുന്ന് കണ്ടായിരുന്നു. നമ്മൾ കൊത്തഗിരി എത്തി. എന്നിട്ട് അവിടെ നിന്ന് ഊട്ടിക്കുള്ള ബസ് കയറി. ഇപ്പോൾ ആ ബസ്സിലാണ്. ഞങ്ങൾക്ക് പെട്ടിപ്പുറത്താണ് സീറ്റ് കിട്ടിയത്, അതായത് ഏറ്റവും ഫ്രണ്ടിൽ. ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു ഇരിപ്പ്, ആ ഒരു യാത്ര. ഇവിടെ ഓരോ വളവിനും ഓരോ വ്യൂ പോയിന്റ് ആണ്. നല്ല ഭംഗിയുള്ള റോഡാണ്, നല്ല വ്യൂ ആണ്. ഊട്ടിയിൽ വന്നു. ഇവിടെ മഴയാണ് ഗൈസ്, ശരിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ യാസ്മിൻ എന്ന് പറയുന്ന ഹോട്ടൽ, അതായത് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനാണ്. നമ്മളിന്ന് ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാം. ഇവിടെ ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നു, നമ്മളത് പറഞ്ഞു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഊട്ടി വർക്ക് ചെയ്യില്ലാതെ എന്ത് ഊട്ടി യാത്ര അല്ലേ? നമ്മളിവിടെ വർക്കി ഫാക്ടറിയിൽ വന്ന് വർക്കി വാങ്ങിച്ചു. ഇനി നേരെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിലെത്തി. നമ്മുടെ KSRTC 7 മണിക്ക് തന്നെ എടുത്തു. ഇനി നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഊട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ബൈ, താങ്ക് യു.